ഷിറോണി കെ ബേബി, കേന്ദ്ര ബജറ്റിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് പങ്കുവയ്ക്കുന്നത്? സ്വാഭാവികമായിട്ടും ബജറ്റ് എന്ന് പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഉള്ള പദ്ധതികൾ, അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള നടപടികൾ, അതിന്റെയൊക്കെ ഒരു പ്രഖ്യാപനമാണ് സ്വാഭാവികമായിട്ടും ബജറ്റിൽ വരേണ്ടത്. പക്ഷെ നമുക്ക് ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ സാമ്പത്തിക രംഗം എത്രമാത്രം പ്രതീക്ഷാ നിർഭരമാണോ എന്നൊരു ആത്മപരിശോധന കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. നമുക്ക് വലിയ പ്രതീക്ഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. 2047 ആകുമ്പോൾ ഇന്ത്യ ഒരു വികസിത ഭാരതമായി മാറുന്ന ഒരു 5 ട്രില്യൺ US$ എന്ന് പറയുന്ന ഒരു വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം കുതിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക രേഖയില് നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷാ നിർഭരമായ ഒരു സാഹചര്യമല്ല നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോവിഡ് കാലഘട്ടത്തിലെ വലിയ പ്രതിസന്ധികൾക്ക് ശേഷം പോലും നമ്മുടെ സമ്പദ് വ്യവസ്ഥ നല്ല രീതിയിലുള്ള ഒരു കുതിപ്പ് കാഴ്ചവെച്ചിരുന്നു. ലോകത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും വലിയ സാമ്പത്തിക മാന്ദ്യങ്ങളും സാമ്പത്തിക തകർച്ചയൊക്കെ ഉണ്ടായപ്പോഴും നമ്മുടെ ഇക്കോണമി 2021-23 കാലത്ത് ഒരു 8.5% അതിന് ചുറ്റും ഒരു സാമ്പത്തിക വളർച്ച നമുക്ക് വളരെ പ്രതീക്ഷാപരമായിരുന്നു രാജ്യം മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. പക്ഷെ ഈ കഴിഞ്ഞ ഈ വർഷവും ഇതിനു മുമ്പുള്ള ഈ 2 വർഷങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക വളർച്ച ഒരു 6.5% താണിരിക്കുകയാണ്. ഇന്നലെ പോലും ആ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 6.3 മുതൽ 6.8 വരെ ഒരു സാമ്പത്തിക വളർച്ചയായിരിക്കും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഒരു 2% കുറവാണ് ഇവിടെ അത് കാണിക്കുന്നത്. IMF-നെ പോലെയുള്ള സംഘടനകൾ ഇത് നേരത്തെ പ്രവചിച്ചപ്പോൾ പോലും നമ്മൾ പറഞ്ഞതില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, ഒരു 7.5% മുകളിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ചെറിയ തിരിച്ചടികളൊക്കെ വന്നാലും ഒരു 7.5% മുകളിൽ ഗ്രോത്ത് നമുക്ക് ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അവര് പ്രവചിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുക. IMF അടുത്ത 5 വർഷത്തേക്ക് പറഞ്ഞിരിക്കുന്നത് 2025 മുതൽ 2030 വരെ പറഞ്ഞിരിക്കുന്നത് ഇതേ രീതിയിലായിരിക്കും ഇന്ത്യൻ ഇക്കോണമി മുന്നോട്ട് പോകാൻ പോകുന്നത്, അതായത് 6.5%. പക്ഷെ IMF പ്രഡിക്റ്റ് ചെയ്തതിനു ശേഷം നമുക്കറിയാം നമുക്ക് പ്രതികൂലമായ ചില ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം അമേരിക്ക സ്വീകരിക്കുവാൻ പോകുന്ന സാമ്പത്തിക നയങ്ങൾ ഇപ്പോൾ ആദ്യമേ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് അവ നമുക്ക് അത്ര പോസിറ്റീവ് അല്ല. ട്രംപിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ചൈന, ഇന്ത്യ, ബ്രസീൽ 3 രാജ്യങ്ങളെ അദ്ദേഹം ശത്രു രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ്. കാര്യങ്ങൾ അത്ര പോസിറ്റീവ് അല്ല. കാരണം നമ്മുടെ ഇക്കോണമി കൂടുതൽ ഇപ്പോൾ അമേരിക്കയുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ, നമ്മുടെ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ കൂടുതൽ അമേരിക്ക ഓറിയന്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക നമുക്കെതിരെ എടുക്കാൻ പോകുന്ന നടപടികൾ അത് നമുക്ക് വലിയ രീതിയിൽ പ്രതികൂലമായി മാറുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു സൂചനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം, ഇപ്പോൾ ഈ സാമ്പത്തിക വളർച്ച കുറയുമ്പോൾ അത് എവിടെയായിരിക്കും ആദ്യമായി പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത്? സ്വാഭാവികമായിട്ടും നമുക്കറിയാം പുതിയ തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകുന്നില്ല. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. ഏതൊക്കെ സർക്കാർ യാഥാർത്ഥ്യബോധത്തോടുകൂടി അത് അംഗീകരിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ. കാരണം അതുകൊണ്ടാണല്ലോ 2024 ജൂലൈ മാസം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റില് ഏറ്റവും അധികം ഊന്നൽ കൊടുത്തത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഇന്റേൺഷിപ്പിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാനൊക്കെയാണല്ലോ കഴിഞ്ഞ ബജറ്റിൽ പ്രാധാന്യം കൊടുത്തത്. പക്ഷേ 10-15 മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഒന്നാമത്തെ ബജറ്റ് ഈ 2024 ആ ബജറ്റിന് ശേഷം ഏകദേശം 10-15 മാസങ്ങൾ പിന്നിടുമ്പോൾ നമുക്കറിയാം ആ പ്രതീക്ഷകളൊക്കെ, അല്ലെ ആ ബജറ്റിൽ നമ്മൾ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ ഞാൻ ഗവൺമെന്റ് യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. വളരെ ഇപ്പോഴത്തെ അവസ്ഥ ഗവൺമെന്റ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അൺഎംപ്ലോയ്മെന്റ്, കാരണം ഗവൺമെന്റ് പറയുന്നത് 3.4% അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ പോലും സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇക്കോണമി പോലെയുള്ള ഓർഗനൈസേഷൻസ് പറയുന്നത് ഇപ്പോൾ 9.4% നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെ അവരാണല്ലോ ഏറ്റവും അധികം തൊഴിൽ മാർക്കറ്റിലേക്ക് എത്തുന്നത്. അവരുടെ
തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വളരെ അലാമിംഗ് ആണ് അത്ര, വളരെ ഡേഞ്ചറസ് ആണ് ഇത്രേ. 40% ആണ് അത്ര, 40% തൊഴിലില്ലായ്മ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ വരുന്ന പഠനങ്ങളൊക്കെ പറയുന്നത്. അത് നമ്മുടെ മുമ്പിൽ വലിയ ഒരു വെല്ലുവിളിയാണ്. കാരണം നമ്മുടെ GDP റേറ്റ് വളർന്നു നിന്നെങ്കിൽ മാത്രമേ അതിന് ആനുപാതികമായിട്ടുള്ള വികസനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുകയുള്ളൂ, പുതിയ തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. അപ്പൊ അവിടെ അത് നമ്മൾ വലിയ രീതിയിൽ നമുക്ക് പരാജയമാണ്. പ്രധാനമന്ത്രി പറഞ്ഞു അടുത്ത 5 വർഷം കൊണ്ട് കോടിക്കണക്കിന് ചെറുപ്പക്കാർക്ക് വലിയ കമ്പനികളില്, വലിയ കോർപ്പറേറ്റ് മേഖലയിലുള്ള കമ്പനികളിലൊക്കെ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുമെന്നുള്ളത്. ഇത് നമുക്കറിയാം, പ്രഖ്യാപനങ്ങളല്ലാതെ നമുക്ക് അതിൻ്റെ അകത്ത് വളരെ ദൂരം മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മറ്റ് ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഈ 2024 ആ ബജറ്റിൽ, തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ബജറ്റിൽ ഉണ്ടായത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പറയുന്ന ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടില്ലാത്ത വായ്പകൾ നൽകുവാനായിട്ട് പൊതുമേഖലാ ബാങ്കുകൾ തയ്യാറായി മുന്നോട്ട് വരുമെന്നുള്ളതായിരുന്നു. പക്ഷേ അവരുടെ ഒരു വളർച്ച കാണിക്കുന്നത് വെറും 4.3% ഗ്രോത്ത് മാത്രമേ ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ബാങ്കുകളെല്ലാം ഈടില്ലാതെ വായ്പ കൊടുക്കുന്നതിന് വിസമ്മതിക്കുകയാണ്. ഇങ്ങനെയുള്ള ഇടത്തരം സൂക്ഷ്മ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഈടില്ലാതെ വായ്പ എന്ന ഗവൺമെന്റിന്റെ പ്രഖ്യാപനത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ബാങ്കുകൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ജോബ് മാർക്കറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. കാരണം രാജ്യത്തിന്റെ വികസനം അത് ഏറ്റവും കൃത്യമായി എഫക്ട് ചെയ്യേണ്ടത്, കൃത്യമായി റിഫ്ലക്ട് ചെയ്യേണ്ടത് കൃത്യമായി നമുക്കറിയാം മിഡിൽ ഇൻകം ഗ്രൂപ്പിലുള്ള ആളുകൾക്കിടയിലാണ്. പക്ഷെ ഇപ്പോൾ പിന്നെ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ പിന്നെ മധ്യവർഗ സമൂഹത്തെ ബാധിച്ചിരിക്കുക. അതിനെ അവർ വിളിക്കുന്നത് മിഡിൽ ഇൻകം ട്രാപ്പ് എന്നുള്ളത്. മിഡിൽ ഇൻകം ട്രാപ്പ്, ശരാശരി ഇന്ത്യക്കാരന്റെ, മധ്യവർഗത്തിൽപ്പെടുന്ന ഇന്ത്യക്കാരന്റെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 100 മുതൽ 150 രൂപയ്ക്ക് താഴെയാണെന്നാണ്. അതായത് 50% ആളുകൾ ഇപ്പോൾ ജീവിക്കുന്നത് പ്രതിദിനം 100 മുതൽ 150 രൂപ വരെയുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള റിഫ്ലക്ഷൻ ആണ്. ശരിയായിരിക്കും, നമ്മുടെ രാജ്യം വളരുന്നുണ്ടാവാം, പക്ഷെ ആര് വളരുന്നുണ്ട് അത് ഒരു വലിയ ചോദ്യമാണ്. നമുക്ക് വലിയ പിന്നെ കോർപ്പറേറ്റുകൾ വളരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു 5-8 വർഷം നമ്മൾ സ്വീകരിച്ച സാമ്പത്തിക നയങ്ങൾ അത് ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ആ കോർപ്പറേറ്റുകളിൽ നിന്ന് തിരിച്ചു നമുക്ക് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കും. 2019 ബജറ്റിൽ നമ്മൾ വലിയ പിന്നെ ആനുകൂല്യങ്ങളാണ് ഇവിടുത്തെ കോർപ്പറേറ്റ് മേഖലയ്ക്ക് നൽകിയത്, കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറയ്ക്കുക ഉൾപ്പെടെ. പക്ഷെ ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് അവരുടെ സംഭാവന, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അവരുടെ സംഭാവന എന്ന് പറയുന്നത് വെറും 6% ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 16%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് 14% ഉയരുമ്പോൾ പോലും കോർപ്പറേറ്റ് മേഖലയുടെ ഇൻവെസ്റ്റ്മെന്റ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം ഏറ്റവും അധികം ഡെവലപ്മെന്റ് കൊണ്ടുവരേണ്ടത് പിന്നെ കോർപ്പറേറ്റുകൾ, കാരണം അത്രമാത്രം ആനുകൂല്യങ്ങളാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ, കാരണം ഗവൺമെന്റിന് പരിമിതിയുണ്ട്, പബ്ലിക് സെക്ടറിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു മുതലാളിത്ത സാമ്പത്തിക നയങ്ങളിലൂടെ നമ്മുടെ രാജ്യം കൂടുതൽ പോകുമ്പോൾ അത് കൂടുതൽ പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി വരേണ്ടത് അവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. പക്ഷെ അവരുടെ കോൺട്രിബ്യൂഷൻ വളരെയധികം കുറയുക. ഞാൻ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാട്ടിയിട്ട് ഞാൻ എന്റെ പ്രാരംഭ വിലയിരുത്തൽ അവസാനിപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ബജറ്റില് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി മാറ്റിവെച്ചത് ഏകദേശം പിന്നെ 11 ലക്ഷം കോടി രൂപയാണ്. 11.1 ലക്ഷം കോടിയാണ് ഈ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പക്ഷെ അതിന്റെ അകത്ത് ഇതുവരെ ചെലവഴിച്ചത് വെറും 40% മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച അത്, കാരണം ഏതൊക്കെയാണ് ഗവൺമെന്റിന്റെ റവന്യൂ ചെലവുകളൊന്നും വെട്ടിക്കുറയ്ക്കേണ്ട കഴിയില്ല. പക്ഷെ നമുക്ക് ഏറ്റവും അധികം വികസനം ഉണ്ടാകേണ്ടത്, തൊഴിലുകൾ ഉണ്ടാകേണ്ടത്, ജനങ്ങൾക്ക് നന്മയുണ്ടാകേണ്ടത് ഗവൺമെന്റിന്റെ മൂലധന ചെലവുകളിലൂടെയാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലൂടെയാണ്. പക്ഷെ ഈ സാമ്പത്തിക വർഷം ഇതുവരെ അതിൽ വെറും 40% മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. ഇനി വെറും 2 മാസങ്ങൾ അവശേഷിക്കുന്നുള്ളൂ, ഫെബ്രുവരി മാർച്ച്. ഈ 2 മാസം കൊണ്ട് ഈ 60% ഒരിക്കലും ചെലവഴിക്കുവാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതൊക്കെ എന്തുകൊണ്ടാണ്? ഇനി ഗവൺമെന്റ് തന്നെ ഒരു റിസ്ക് എടുക്കുവാനായിട്ട്, അല്ലെ ഗവൺമെന്റ് തന്നെ പിന്നെ നമ്മുടെ സാമ്പത്തിക അവസ്ഥയുടെ ഒരു ചിത്രം മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് തന്നെ ഒരു സ്ലോ ഡൗണിലേക്ക് പോവുകയാണോ എന്ന് നമ്മൾ പിന്നെ ഭയപ്പെടേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം കൊണ്ട് മറ്റൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ധനക്കമ്മി വളരെ പിന്നെ അപകടകരമായ രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2003 നമുക്കറിയാം ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നതാണ്. അന്നും BJP ഗവൺമെന്റ് ആണ് ആ ആക്ട് കൊണ്ടുവന്നത്. 3% താഴെ ധനക്കമ്മി പിടിച്ചു നിർത്തുമെന്നായിരുന്നു, പിന്നെ അതിനുവേണ്ടിയായിരുന്നു ആ ആക്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ധനക്കമ്മി എന്ന് പറയുന്നത് 9.2% മാറി നിൽക്കുകയാണ്.
ഏകദേശം 20 ലക്ഷം കോടിയോളം രൂപയുടെ ധനക്കമ്മിയാണുള്ളത്. അപ്പോൾ അത് ഒരു വലിയ പിന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം എന്താണ്, ഗവൺമെന്റിന് ഒട്ടും പിന്നെ പണം ഗവൺമെന്റിന്റെ ഇല്ലാതെ വരുന്നു ചെലവഴിക്കുവാൻ വേണ്ടിയിട്ട്. കാരണം ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഗവൺമെന്റ് കൂടുതൽ പണം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം അതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള പിന്നെ റിഫ്ലക്ഷൻസ് നമ്മൾ കാണുന്നുണ്ട് എക്കോണമിയിൽ. കാരണം നമുക്ക് അറിയാം ഈ പിന്നെ ഭക്ഷ്യ ഐറ്റങ്ങളുടെ ഇൻഫ്ലേഷൻ ഇത് 2% അല്ല 2 ഡിജിറ്റിന് മുകളിലേക്ക് പോയിരിക്കുന്നു. 10% മുകളിലേക്ക് പോയിരിക്കുകയാണ്. അത് ഓർത്തോണം, ഈ കഴിഞ്ഞ നവംബറിൽ അത് 40% വരെ വന്നു എന്ന് ഓർത്തോണം. നമ്മുടെ എസെൻഷ്യൽ കമ്മോഡിറ്റീസിന്റെ ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റം എന്ന് പറയുന്നത് അതൊക്കെ വളരെ അപ്പം അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടുള്ള ഒരു ബജറ്റ് ആയിരിക്കണം അവതരിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വലിയ ഡെവലപ്മെന്റ് ആയിരിക്കരുത്, മറിച്ച് ഇക്കോണമിയുടെ നമ്മുടെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആണ്. അത് നമ്മൾ ഇതിനു മുൻപുണ്ടായിരുന്ന ഭരണാധികാരികളോട് നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു, മൻമോഹൻ സിംഗിനെ പോലുള്ള ആളുകളോട്.